ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളുടെ വരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് യാതൊരു വിട്ടുവീഴ്ചയില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നടത്തിയ നിർമ്മാണങ്ങളുടെ ക്വാളിറ്റി, ടെൻഡർ നടപടികൾ, അതോടൊപ്പം തന്നെ പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ, ഇതിന്റെയൊക്കെ തന്നെ നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാൻ ആവശ്യപ്പെടും. അതിൽ ഫോറൻസിക് ഓഡിറ്റിന് ഇക്കാര്യങ്ങൾ വിധേയമാക്കി റിപ്പോർട്ട് കിട്ടണം. ഈ ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ തടസ്സപ്പെടുത്തും. അപ്പോൾ ഞങ്ങൾ തെരുവുനായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കും. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മെഷീനറി വർക്ക് ചെയ്താൽ മാത്രമേ റെക്ടിവ് ചെയ്യാൻ പറ്റും. കുടിവെള്ളം പലർക്കും കിട്ടുന്നില്ല. ടാങ്കർ അതാ സ്ഥലത്ത് എത്തണമെങ്കിൽ ഇവിടെ ഒരു മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറിയെ തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഉപയോഗിക്കുന്നു. വേറെ പറയാം, ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളിവിടെ വരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. നാം ഇത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇത്ര ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണി ചെയ്യാനായിട്ട് മുട്ടി നിൽക്കുന്ന ഒരു മേയർ എവിടെ കാണൂടെ? ഇതുപോലൊരു മേയർ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. എന്തുവായാലും ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇങ്ങനെ 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആക്കേണ്ട കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മൂലക്കിരുത്തേണ്ടവരെല്ലാം തന്നെയും മൂലക്കിരുത്തുമെന്നും ഈ വാക്കുകളിലൂടെ തന്നെ 100% വ്യക്തമാണ്. ഇങ്ങനെ ഒരു മേയറെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു മേയർ ഇത്രത്തോളം എല്ലാ രീതിയിലും ട്രെൻഡിങ് ആയി മാറിയതും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പണി ചെയ്യാൻ നിൽക്കുന്നതുമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന തോതിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, ഇനി എന്തൊക്കെ ചവറുകൾ ഉണ്ടായാലും അതിനെയെല്ലാം തന്നെയും ഭേദിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്യുമെന്ന് തന്നെയാണ് മേയറുടെ ഈ വാക്കിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതേസമയം എടുത്തു പറയേണ്ടത് കമ്മികൾക്കിട്ടൊരു കൊട്ട് തന്നെയാണ് മേയർ ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ വലിയ തോതിൽ ഭ്രാന്തളവി നടക്കുന്ന തരത്തിലോട്ടാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷക്കാർ അവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും സമരം, എല്ലാ കാര്യങ്ങളും മുടക്കണം. അതോടൊപ്പം തന്നെ എങ്ങനെയും വി രാജേഷിന്റെ ഭരണം കൊള്ളത്തില്ല എന്നും അതോടൊപ്പം തന്നെ ഇങ്ങനെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് ആ കസേരയിൽ കയറി അങ്ങ് ഇരിക്കണം ഞെളിഞ്ഞ്. എന്തൊട്ട് കഷ്ടമാണെന്ന് നോക്കിയേ. ഭരിക്കാനായിട്ട് ജനങ്ങൾ ഒരു അവസരം കൊടുത്ത ഒരു പാർട്ടി, ആ പാർട്ടിയെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് പ്രതിപക്ഷത്തിരുത്തിയ ഒരു പാർട്ടിക്ക് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണത്ത് കയറണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമ കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇനി എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒരു വെലസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെയൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇവരൊക്കെ എന്തൊക്കെ തക്കിട തരികിട കാണിച്ചാലും അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. 5 കൊല്ലം ആ കസേരയിൽ ഇരുന്ന് ഭരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് ഒതുക്കേണ്ടവരെല്ലാം തന്നെയും ഒതുക്കിയിട്ടേ അങ്ങേരെ അവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വി രാജേഷ് ഈ കാര്യങ്ങളെല്ലാം തന്നെയും പച്ചയ്ക്ക് പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതൊക്കെയാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത്. ഇനി എന്ത് ഉണ്ട സംഭവിച്ചാലും ഞാൻ മുന്നോട്ടാണ് എന്നത് തെളിച്ച് പറയുന്ന ഒരു മേയർ. ഇതാണ് ബാക്കി 5 കുറച്ച് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരം വളരെ വലിയ തോതിൽ വേറിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം പണിയെടുക്കുന്ന മേയർ, എല്ലാ അർത്ഥത്തിലും പണിയെടുക്കുന്ന മേയർ, അത്രത്തോളം പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുമ്പോൾ പോലും അവരെ ഒന്നും തന്നെ കൂസാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന മേയർ. ഇതൊക്കെ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാക്കി പറയണമല്ലോ, ഇങ്ങനെ പോലൊരു മേയർ അവിടെ ഇരിക്കുന്നിടത്തോളം അവിടെ ഇടതുപക്ഷക്കാർക്ക് ഉറക്കം ഉണ്ടാകത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ കഴിഞ്ഞ 10, 40, 45 കൊല്ലം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന പലതുമാണല്ലോ ഇങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് ബും എന്ന് പറഞ്ഞുകൊണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇടതുപക്ഷക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ മേയർ വി രാജേഷിനോട് ആ ഒരു തരത്തിലുള്ള കലിപ്പ് കാണും. അത് പല രീതിയിൽ അവർ പ്രകടിപ്പിക്കാൻ നോക്കും. പക്ഷെ അതൊന്നും തന്നെ തനിക്ക് ഏശത്തില്ല എന്നുള്ള മട്ടിലാണ് മേയറുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. ഈ പോക്കാണെങ്കിൽ വി രാജേഷിലൂടെ തന്നെ BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. സംഘികളെ വളരാനായിട്ട് കമ്മികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം സംശയമില്ല.